നമസ്കാരം. സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഡാറ്റ സ്പീഡ് വളരെ പ്രധാനമാണ്. 2024 ജൂലൈയിൽ സ്വകാര്യ ടെലികോം കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചപ്പോൾ നിരവധി പേർ തങ്ങളുടെ കണക്ഷൻ BSNL മാറ്റിയിരുന്നു. എന്നാൽ കണക്ഷൻ മാറ്റിയതിനേക്കാൾ കൂടുതൽ ആളുകൾ നിലവിലുള്ള കമ്പനികളിൽ തുടരുകയും ചെയ്തു. അതിന് പ്രധാന കാരണം തങ്ങൾക്ക് ലഭിക്കുന്ന ഡാറ്റ വേഗത തന്നെയായിരുന്നു. ജിയോയും എയർടെലും തങ്ങളുടെ വരിക്കാർക്ക് ഇതിനോടകം നിരവധി പ്രദേശങ്ങളിൽ 5G ലഭ്യമാക്കിയിട്ടുണ്ട്. VI ആകട്ടെ 5G അവതരിപ്പിക്കാനായില്ലെങ്കിലും മികച്ച 4G വേഗത വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിനാൽ ഒരുപാട് വരിക്കാർക്ക് മികച്ച രീതിയിൽ ഇന്റർനെറ്റ് സേവനങ്ങളും ആസ്വദിക്കാൻ കഴിയുന്നുമുണ്ട്. ഇപ്പോൾ പുറത്തുവരുന്ന ട്രായുടെ ചില കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ പ്രധാന ലൈസൻസ്ഡ് സർവീസ് ഏരിയകളിൽ ജിയോ ആണ് മികച്ച ഡൗൺലോഡ് വേഗത വാഗ്ദാനം ചെയ്യുന്നത്. ജയ്പൂർ, ഡൽഹി, അഹമ്മദ് നഗർ, ഹൈദരാബാദ് എന്നീ 4 നഗരങ്ങളിൽ നടത്തിയ ഇൻഡിപെൻഡന്റ് ഡ്രൈവ് ടെസ്റ്റുകളുടെ ഡാറ്റയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 2024 സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ നടത്തിയ ഇൻഡിപെൻഡന്റ് ഡ്രൈവ് ടെസ്റ്റുകളുടെ ഡാറ്റ അടുത്തിടെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിരുന്നു. ഈ ഡാറ്റയിലാണ് 4 പ്രധാന LSAകളിൽ ജിയോ മികച്ച ഡൗൺലോഡ് വേഗതയുമായി മുന്നിട്ട് നിൽക്കുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത്. ഭാരതി എയർടെൽ 2ാം സ്ഥാനത്താണ്. ഡൗൺലോഡ് വിഭാഗത്തിൽ ന്യൂഡൽഹിയിൽ 231.82 Mbps ജിയോ മുന്നിലുണ്ട്. 171.44 Mbps എയർടെൽ 2ാം സ്ഥാനത്തും 14.45 Mbps VAL 3ാം സ്ഥാനത്തുണ്ട്. അപ്ലോഡ് വിഭാഗത്തിലും ജിയോ ആയിരുന്നു മുന്നിൽ. എയർടെൽ 2ാമതും മറ്റു 3 നഗരങ്ങളിലും ഇതേ പ്രവണത തന്നെ ഉണ്ടായിരുന്നു. ഹൈദരാബാദിൽ മാത്രം അപ്ലോഡ് വേഗതയിൽ എയർടെൽ മുന്നിലും ജിയോ 2ാം സ്ഥാനത്തുമാണ്. കോൾ സെറ്റപ്പ് സക്സസ് റേറ്റിൽ പരീക്ഷിച്ച 3 LSAകളിൽ ജിയോ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ ഡൽഹിയിൽ CSRൽ സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർമാരിൽ ജിയോ ഏറ്റവും പുറകിലാണ്. ഈ ഡാറ്റ 3 മുതൽ 4 മാസം മുമ്പ് വരെയുള്ള പെർഫോമൻസിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിലവിൽ ഈ അവസ്ഥയിൽ മാറ്റങ്ങൾ വന്നിരിക്കാം. ഇന്ത്യയിലെ ടെലികോം കമ്പനികളിൽ ആരാണ് മികച്ച വേഗതയിൽ ഡാറ്റ വാഗ്ദാനം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരം പറയുക സാധ്യമല്ല. ഓരോ പ്രദേശങ്ങളിലും ടെലികോം കമ്പനികളുടെ ശക്തി വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ ജിയോയാണ് മുന്നിലെങ്കിൽ മറ്റു ചിലയിടങ്ങളിൽ മികച്ച വേഗത വാഗ്ദാനം ചെയ്യുക എയർടെൽ ആയിരിക്കും. വേറെ ചിലയിടങ്ങളിൽ ഈ 2 കമ്പനികളുടെ 5Gക്കും ലഭിക്കുന്നതിനേക്കാൾ വേഗത ജിയോയുടെ 4Gക്ക് ലഭിക്കുന്നുണ്ടാകും. 5Gയേക്കാൾ വേഗത എങ്ങനെയാണ് 4Gക്ക് ലഭിക്കുക എന്ന് ചിലർക്ക് സംശയം തോന്നിയേക്കാം. എന്നാൽ 5G സേവനം എന്ന് പറയുന്നുണ്ടെങ്കിലും കാര്യമായ വേഗതയില്ലാതെ ഇഴഞ്ഞിഴഞ്ഞും ഇടയ്ക്ക് കട്ടായും വളരെ ശോകമായ രീതിയിൽ ഡാറ്റ ലഭ്യമാകുന്നവർക്ക് ഇത് മനസ്സിലാകും. കേരളത്തിന്റെ കാര്യമെടുത്താൽ ജിയോ 5G ലഭ്യമാണെങ്കിലും വളരെ വേഗത കുറവ് അനുഭവപ്പെടുന്ന ഉപയോക്താക്കളുമുണ്ട്. നിലവിൽ ജിയോ 5G വ്യാപനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പ്രവൃത്തികൾ നടക്കുന്നതിനാൽ പൂർണ്ണതോതിൽ 5G സേവനങ്ങൾ ലഭ്യമാക്കാൻ ഇനിയും സമയമെടുത്തേക്കും. അതുകൊണ്ടാണ് കേരളത്തിൽ ചിലയിടങ്ങളിൽ ജിയോ വരിക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് 5G സേവനങ്ങളിൽ വേഗത കുറവും തടസ്സവും നേരിടുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. നിരക്ക് വർധനവിന് ശേഷം സ്വകാര്യ കമ്പനികളിൽ ഏറ്റവും അധികം വരിക്കാരെ നഷ്ടമായ കമ്പനി ജിയോ ആയിരുന്നു. അതിൽ നിരക്ക് വർധന മാത്രമല്ല നെറ്റ്വർക്ക് പ്രശ്നങ്ങളും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു.